Assalamu alaikum. Good morning. Akush Acupuncture Academy 18th Alpha ബാച്ചിൻ്റെ കോൺവെക്കേഷൻ ഈ കോൺവെക്കേഷൻ ദിവസം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള വിദ്യാർത്ഥികളും അവരുടെ ബന്ധുക്കളും മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ വന്നിട്ടുള്ള ഈ പ്രോഗ്രാം ഒരു കേരളത്തിൻ്റെ പ്രോഗ്രാമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരള ജനതയുടെ ഒരു പ്രോഗ്രാം. നമുക്കറിയാം, കേരളം എന്നുള്ളത് സാക്ഷര കേരളമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട് വർഷങ്ങളേറെയായി. പക്ഷേ കേരളത്തിൻ്റെ സാക്ഷരത എന്നുള്ള ഒരു സ്ഥാനം അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ കേരള ജനത രോഗികളാണ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാനക്കയറ്റം കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഖേദകരമാണ്. നമുക്കറിയാം, മരുന്നുകളില്ലാത്ത വീടുകളുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്കറിയാം മിക്കവാറും എല്ലാ വീടുകളിലും മരുന്നുകളുണ്ട്. ഇനി മരുന്നില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ആരെങ്കിലും ഒരു സഭയിൽ നിന്ന് കൈപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കവിടെ ഒരു അക്യൂഷ്യനെ കാണാൻ കഴിയും, ഒരു അക്യുപങ്ക്ചർ പഠിച്ച വ്യക്തിയെ കാണാൻ കഴിയും. അക്യൂഷ് അക്യുപങ്ക്ചർ അക്കാഡമി കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ കാഴ്ചപ്പാടിൽ വ്യക്തമായ മാറ്റമുണ്ടാക്കാനുള്ളൊരു ആത്മാർത്ഥമായ ശ്രമമാണ് നടത്തുന്നത്. ഈ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിനെയാണ്. തീർച്ചയായും മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായിക്കൊണ്ടാണ് ഓരോ പഠിതാവും പഠിച്ചിറങ്ങുന്നത്. ഈ പഠനത്തിലൂടെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗങ്ങൾക്ക് മരുന്നില്ലാതെ എങ്ങനെ ചികിത്സിക്കാമെന്ന് കൃത്യമായി പഠിച്ചിറങ്ങുന്ന നല്ല കഴിവുള്ള അക്യൂഷ്യൻസാണ് ഓരോ ബാച്ചിലും പുറത്തിറങ്ങുന്നത്. പക്ഷേ 18th ആൽഫയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ കേരളം മുഴുവൻ അക്യുപങ്ക്ചറിനെ പരിഹസിക്കുന്ന കുറ്റപ്പെടുത്തുന്ന പല വാർത്തകളും വലിയ തോതിൽ നാം കണ്ടു. പക്ഷേ ആ വാർത്തകളെയൊന്നും പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് കൃത്യമായി ഇതാണ് ശരിയായ ചികിത്സ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ചികിത്സ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാണ് 18th ആൽഫയിലുള്ളത്. തീർച്ചയായും ഈ ഒരു കോൺവെക്കേഷനോട് കൂടി തന്നെ, ഈ ദിവസത്തോടു കൂടി തന്നെ ഓരോ 18th ആൽഫയിലെ വിദ്യാർത്ഥികളും അക്യുപങ്ക്ചറിസ്റ്റായി പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ഒരു ദിവസം തീർച്ചയായും കേരളത്തിൻ്റെ ഒരു സുദിനമായി തന്നെ നമുക്ക് കണക്കാക്കാം. എന്താണ് അക്യൂഷ്യൻ? അക്യൂഷ്യനിൽ പഠിച്ച ഒട്ടേറെ ആളുകൾ കഴിഞ്ഞുപോയി. കബീർ സാറ് പറഞ്ഞതുപോലെ പലരും ഇന്ന് കൂടെയുണ്ട്. പലരും ഈ ഒരു ചികിത്സയെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് പലരുടെയോ സമ്മർദ്ദം കൊണ്ട് ഈ ചികിത്സ ഉപേക്ഷിച്ചു പോയി. എന്നാൽ ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണർ അസോസിയേഷൻ എന്ന അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്ത ഓരോ ചികിത്സകനും സ്വന്തം കഴിവ് ദിനം മുമ്പോട്ട് പോകുന്നവരും ഓരോ ദിനം മുമ്പോട്ട് പോകുന്നവരും ഓരോ മാസം ഓരോ വർഷം മുമ്പോട്ട് പോകുന്നവരും സ്വന്തം കഴിവ് പ്രകടിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അക്യൂഷ്യൻ എന്ന വാക്കിന് ഒരു കൃത്യമായ അർത്ഥം അക്യൂഷ്യൻ പഠിച്ച ആൾക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ അക്യുപങ്ക്ചർ ചികിത്സകനും സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചർ ചികിത്സ എന്ന കേൾക്കുമ്പം തന്നെ പലരുടെയും മനസ്സിൽ അതൊരു വേണ്ടത്ര ശരിയായ ചികിത്സയാണോ? പത്രമാധ്യമങ്ങളൊക്കെ തന്നെ പലപ്പോഴും വ്യാജ അക്യുപങ്ക്ചർ എന്ന് പദപ്രയോഗം നടത്തിയിട്ടുള്ളത് സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചറിനെയാണെങ്കിൽ തീർച്ചയായും നാം ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കോൺവെക്കേഷൻ കാൻഡിഡേറ്റ്സിൻ്റെ കൂടെ വന്നിട്ടുള്ള ബന്ധുക്കൾ കൃത്യമായി ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർ ഫസലുർ റഹ്മാൻ, സിദ്ദിഖ് ജമാൽ തുടങ്ങിയ അലോപ്പതി ഡോക്ടർമാർ അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഡോക്ടർ ഫസലുർ റഹ്മാൻ, അദ്ദേഹമാണ് സിദ്ദിഖ് ജമാൽ ഡോക്ടറേക്കാൾ കൂടുതൽ കാലം ജീവിച്ചത്. 2021 മെയ് മാസം, അതെ ഇതേ മെയ് മാസമാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പോയതെങ്കിൽ അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിന് മാത്രമല്ല ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ പ്രയോജനമുണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രയോജനത്തിൻ്റെ ഗുണഭോക്താവാണ് ഓരോ സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചറിസ്റ്റുകളും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പഠനവേളയിൽ, MBBS MD പഠിച്ചുകൊണ്ട പഠനവേളയിൽ അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളിലുള്ള അപകടങ്ങളും അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച ചങ്കൂറ്റമുള്ള ഒരു അലോപ്പതി ഡോക്ടർ ഒരുപക്ഷെ ലോകം മുഴുവൻ അരിച്ച് പെരുക്കൽ കാണാൻ കഴിയില്ല. MBBS MD കഴിഞ്ഞ് കുറഞ്ഞ വർഷത്തെ പ്രാക്ടീസിന് ശേഷം
ഈ ചികിത്സ ജനങ്ങൾക്ക് അപകടവും ഉപദ്രവവുമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ച് നിലവിൽ അലോപ്പതി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ വെല്ലുവിളിച്ച് നിങ്ങൾ നൽകുന്ന ചികിത്സ ജനദ്രോഹമാണെന്ന് തുറന്നു പറഞ്ഞ് ഒരുപക്ഷെ ലോകം മുഴുവൻ ഏറ്റവും നല്ല ചികിത്സയാണെന്ന് ഘോരഘോരം അലോപ്പതി ചികിത്സയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ചികിത്സ ജനങ്ങൾക്ക് ദ്രോഹമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല എന്ന് തുറന്ന് പറയാൻ ധൈര്യം കാണിച്ച ചങ്കൂറ്റമുള്ള ഒരു വഴികാട്ടിയാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറിസ്റ്റായ എനിക്കും നിങ്ങൾക്കുമുള്ളത്. തീർച്ചയായും നെഞ്ഞു വിരിച്ച് പറയാൻ കഴിയും, മരുന്നില്ല ജീവിക്കാൻ സാധിക്കുമെന്ന് ഞാനും നിങ്ങളും സമൂഹത്തോട് സംവദിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സംവാദമല്ല, മറിച്ച് ജീവിച്ച് കാണിക്കുന്ന ഉദാഹരണങ്ങളാണ്. അങ്ങനെ ജീവിച്ച് കാണിക്കുന്ന ഉദാഹരണങ്ങളായി ഒരു ചികിത്സകൻ, ഒരു അക്യുപങ്ക്ചർ പഠിച്ച വ്യക്തി ജീവിക്കുമ്പോഴാണ് അയാൾ അക്യൂഷൻ ആവുന്നത്. എന്താണ് ഫസലുർ റഹ്മാൻ കണ്ടുപിടിച്ചത്? ഒരിക്കലും അക്യുപങ്ക്ചർ അദ്ദേഹം കണ്ടുപിടിച്ചതല്ല. നമുക്കറിയാം 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉടലെടുത്ത വൈദ്യശാസ്ത്രമാണ് അക്യുപങ്ക്ചർ. പിന്നെയോ പക്ഷേ അതേ ചൈനയിൽ ഇന്ന് നിങ്ങൾ അന്വേഷിച്ച് പോയാൽ ചൈനയിൽ എങ്ങനെയായിരുന്നു തുടക്കകാലത്ത് അക്യുപങ്ക്ചർ ഉണ്ടായിരുന്ന ചോദ്യത്തിന് കൃത്യമായി ആർക്കും ഉത്തരം അറിയില്ല. ഈ കൃത്യമായി ഉത്തരം അറിയാത്ത ഒരു സമൂഹമാണ് ഇന്ന് ചൈനയിലുള്ളത് എന്ന് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. വസ്തുത അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഈ വിഷയം വസ്തുത അതാണ്. ഒരു ചൈനീസ് അക്യുപങ്ക്ചർ ചികിത്സകൻ്റെ മുമ്പിൽ ഇന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന പോലെ നാടി പിടിച്ചു നോക്കി അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുകയാണെങ്കിൽ അവർക്കത് കൗതുകമായിരിക്കും, അത്ഭുതമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ വൈമനസ്യം അവർ പഠിപ്പിച്ചേക്കാം. അങ്ങനെ പ്രകടിപ്പിച്ച അനുഭവങ്ങൾ രേഖപ്പെടുത്തി കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ജപ്പാൻ അക്യുപങ്ക്ചർ, ഡാൻഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ജപ്പാൻ അക്യുപങ്ക്ചർ, ആ ജപ്പാൻ അക്യുപങ്ക്ചറിൻ്റെ അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1300 വർഷം മുമ്പ് ചൈനീസ് ബുദ്ധിസ്റ്റായ മോങ്ക്, ഒരു സന്യാസി, അദ്ദേഹം ഒരുപക്ഷെ ബുദ്ധമത പ്രചരണത്തിന് പോയതായിരിക്കാം ജപ്പാനിലേക്ക്. പക്ഷേ അദ്ദേഹമാണ് സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചറിനെ ജപ്പാനിൽ പരിചയപ്പെടുന്നത്, ടാൻഷി അക്യുപങ്ക്ചർ എന്ന പേരിൽ. കൃത്യമായി ചരിത്രം പരിശോധിക്കുമ്പോൾ ജപ്പാനിൽ സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചറിൻ്റെ ആ തുടക്കം അത് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് ചൈനയിൽ നിന്നും കടന്നു വന്നതാണെന്ന കാര്യത്തിൽ. അപ്പോൾ ആ വർഷം അഥവാ 1300 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്നും കടന്നുപോയ ഒരു ബുദ്ധ സന്യാസിക്ക് ജപ്പാനിൽ ഒരു ചികിത്സാ രീതി സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചൈനയിൽ നിന്നും കടന്നു വന്ന ജപ്പാൻ ചരിത്രം അവിടെ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് 5000 വർഷങ്ങൾ മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്ന സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ ഒരു പുതിയ കണ്ടുപിടുത്തമാണെന്ന് പറയാൻ കഴിയില്ല. സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ പുതിയ കണ്ടുപിടുത്തമാണെന്ന് പറയാൻ കഴിയാത്തതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഡോക്ടർ ഫസലുർ റഹ്മാൻ സിദ്ദിഖ് ജമാൽ, ഈ 2 അലോപ്പതി ചികിത്സകർ സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചറുമായി തമിഴ്നാട്ടിൽ മദ്രാസിൽ സാന്തോം എന്ന പ്രദേശത്ത് അവർ ചികിത്സ ആരംഭിച്ചപ്പോൾ, ചികിത്സ തുടങ്ങിയ സമയത്ത് അതിനു മുമ്പ് ഡോക്ടർ ഫെലിക്സ് മാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻസ് അക്യുപങ്ക്ചർ സൊസൈറ്റിയുടെ ഉപജ്ഞാതാവ്, പ്രസിഡന്റ്, അദ്ദേഹം സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ദിഖ് ജമാലും ഫസലുർ റഹ്മാൻ ഡോക്ടർമാരും ഇന്ത്യയിൽ ഈ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ലണ്ടനിലൊക്കെ തന്നെ സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി ചരിത്രം മനസ്സിലാക്കാത്ത മഹാഭൂരിപക്ഷം വിഡ്ഢികളാണ് സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ പുതിയ കണ്ടുപിടുത്തമാണെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്ത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ അക്യുപങ്ക്ചർ ഉടലെടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു രീതി ഇന്ന് ചൈനയിൽ ഇല്ല എന്നുള്ള വാസ്തവമാണെങ്കിൽ ആ രീതിയെപ്പറ്റി അന്വേഷിക്കാൻ, അതിൻ്റെ അന്വേഷണം നമുക്കറിയാം, യുനെസ്കോ പോലെയുള്ള ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കമ്മിറ്റി അക്യുപങ്ക്ചറിനെ നിരീക്ഷിക്കുമ്പോൾ അക്യുപങ്ക്ചർ ചികിത്സ നമുക്കെല്ലാവരും ചരിത്രം പഠിച്ച പോലെ തന്നെ 1971 റിച്ചാർഡ് നിക്സന്റെ കാലത്ത് ജെയിംസ് റസ്റ്റർ അദ്ദേഹത്തിന് നൽകിയ ചികിത്സ വെറും 3 നീഡിൽ മാത്രം ഉപയോഗിച്ച് ചികിത്സയായിരുന്നു. ഇന്നും അതിന് ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ്. വെറും 3 നീഡിൽ മാത്രം ഉപയോഗിച്ച ചികിത്സയാണെങ്കിൽ പോലും യുനെസ്കോ വിലയിരുത്തുന്നുണ്ട്. കാരണം ചൈനയിൽ ഒട്ടേറെ നീഡിൽ ഉപയോഗിക്കുന്ന ചികിത്സകൾ ഉണ്ടായിരിക്കെ ഇത്രയധികം നീഡിൽ ഉപയോഗിക്കുന്ന ചികിത്സയേക്കാൾ കൂടുതൽ മികച്ചത് വളരെ കുറഞ്ഞ നീഡിൽ ഉപയോഗിക്കുന്ന ചികിത്സയാണെങ്കിൽ തീർച്ചയായും ഏറ്റവും നല്ല ചികിത്സ
3 നീഡിലിനേക്കാൾ കുറഞ്ഞ ചികിത്സ 2 നീഡിൽ കൊണ്ടോ 1 നീഡിൽ കൊണ്ടോ രോഗം സുഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും മികച്ച ചികിത്സ എന്ന് ലോകം അംഗീകാരം നേടിയ യുനെസ്കോ പോലെയുള്ള കമ്മിറ്റി വിലയിരുത്തുമ്പോൾ എന്താണ് ഫസലുർ റഹ്മാൻ കണ്ടുപിടിച്ചെന്ന ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ്. ഇവിടെ 1984 ഡോക്ടർ ഫസലുർ റഹ്മാൻ ചൈന എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈനയിൽ നിന്നും ചൈനീസ് അക്യുപങ്ചർ എന്ന പുസ്തകം വരുത്തുന്നത്. ഒരുപക്ഷെ ആ പുസ്തകം ഇപ്പോൾ ആമസോൺ നോക്കി നിങ്ങൾക്ക് കിട്ടും. ആമസോണിൽ വലിയ പ്രാധാന്യമൊന്നും ആ പുസ്തകത്തിന് കാണാൻ കഴിയില്ല. പക്ഷേ ആ പുസ്തകമാണ് ചൈനയിൽ നിന്നും ആദ്യമായി ഡോക്ടർ ഫസലുർ റഹ്മാൻ ഇന്ത്യയിലേക്ക് വരുത്തിയത്. ഒരുപക്ഷെ ആ പുസ്തകം രചിച്ച വു വൈപ്പിംഗ് എന്ന് പറയുന്ന അക്യുപങ്ചറിസ്റ്റ് ഒരുപക്ഷെ അയാൾ സിംഗിൾ പോയിന്റ് അക്യുപങ്ചറിസ്റ്റ് അല്ല. പക്ഷേ അദ്ദേഹം തീർത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അക്യുപങ്ചർ ചികിത്സകർ അക്യുപങ്ചർ അല്ലാതെ മറ്റൊരു ചികിത്സ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അക്യുപങ്ചർ ചികിത്സ ഏത് രോഗത്തിനും മതിയായ ചികിത്സാ പരിഹാരമാണ്. രോഗശമനം കണ്ടെത്തുന്നതിന് മറ്റൊരു ചികിത്സയുടെയും സഹായം ആവശ്യമില്ല എന്ന് തീർത്ത് ആ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും ആ പുസ്തകത്തിലുള്ള ഒരു പദപ്രയോഗം 1 point can cure more than 10,000 disorder എന്ന ഒരു പദപ്രയോഗം ഡോക്ടർ ഫസലുർ റഹ്മാനെയും സിദ്ദിഖ് ജമാലിനെയും അങ്ങേയറ്റം ആകർഷിക്കുകയും അങ്ങനെ ഒരൊറ്റ പോയിന്റ് കൊണ്ട് എല്ലാ രോഗവും സുഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, കാരണം ആ സമയത്ത് ഡോക്ടർ ഫസലുർ റഹ്മാനും സിദ്ദിഖ് ജമാലും അവരുടെ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. അന്നും അവർ മൾട്ടി നീഡിൽ അക്യുപങ്ചറിനെയാണ് ചികിത്സക്ക് ഉപയോഗപ്പെടുത്തിയതെങ്കിൽ മൾട്ടി പഠിച്ച ആൾക്കറിയാം അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അവരെ സമീപിക്കുന്ന രോഗികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒട്ടേറെ നീഡിൽ ഉപയോഗിക്കുമ്പോൾ ആ നീഡിലിന് എന്തിനാണ് ആ നീഡിൽ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ആ പോയിന്റ് സെലക്ട് ചെയ്യേണ്ടത്, എത്ര പോയിന്റ് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചൊന്നും കൃത്യമായ ഉത്തരം എവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അന്ധകാരത്തിലുണ്ടായിരുന്ന അക്യുപങ്ചറിനെ ഒരു വ്യക്തമായ അക്യുപങ്ചർ ആക്കി എന്നുള്ളതാണ് ഫസലുർ റഹ്മാൻ, സിദ്ദിഖ് ജമാൽ ഡോക്ടർമാരുടെ യഥാർത്ഥ സംഭാവന. ഒരുപക്ഷെ പഞ്ചഭൂതം എന്ന് പറയുന്ന ഷെൻ സൈക്കിൾ, കോസ് സൈക്കിൾ എന്ന് നമ്മൾ പഠിക്കുന്ന ഈ സാധനത്തെ പറ്റി ആദ്യമേ തന്നെ വ്യക്തമായ ചില ധാരണകളൊക്കെ തന്നെ ലോകത്തിന് നൽകിയത് സിദ്ദിഖ് ജമാൽ, ഫസലുർ റഹ്മാൻ അല്ല. ഇവിടെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിദ്ദിഖ് ജമാൽ, ഫസലുർ റഹ്മാൻ തുടങ്ങിയ ഈ 2 സഹോദരന്മാർ ഇവരുടെ ജീവിതത്തിൽ 1 point can cure more than 10,000 disorder എന്ന ചോദ്യം ഇതെങ്ങനെ സാധിക്കും, എല്ലാ രോഗവും ഒരൊറ്റ നീഡിലൂടെ എങ്ങനെ ചികിത്സിക്കാൻ സാധിക്കും എന്ന ചോദ്യത്തെ പറ്റിയുള്ള എന്ന ചിന്തയിൽ നിന്നും നിരന്തരമായി നടന്ന അന്വേഷണവും നിരന്തരമായി നടന്ന പരീക്ഷണങ്ങളും അവർക്കൊരു കൃത്യമായ ധാരണ നൽകി. ആ ധാരണ ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാധാരണമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ പോയിന്റ് കൊണ്ട് രോഗം സുഖപ്പെടുത്താൻ ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിലൂടെയോ 6 പൾസിലൂടെയോ സിംഗിൾ പൾസിലൂടെയോ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സംഗതി 1984-ലോ 90-കളിലോ ഇല്ല. 90-കൾക്ക് ശേഷമാണ് ഡോക്ടർ ഫസലുർ റഹ്മാൻ ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ആ കൺക്ലൂഷനെ എത്തുന്നതിന് വേണ്ടി കുറേ ഡോക്ടർമാരുടെ ഒരു ടീം തന്നെ ഫസലുർ റഹ്മാനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്നും ചൈനയിൽ പൾസ് ഡയഗ്നോസിംഗ് ഉണ്ട്, ജപ്പാനിൽ പൾസ് ഡയഗ്നോസിംഗ് ഉണ്ട്. പക്ഷേ ആ പൾസ് ഡയഗ്നോസിംഗ് ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു രോഗിയെ ചികിത്സിക്കാൻ, ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു രോഗിയെ ചികിത്സിക്കാൻ എങ്ങനെ ഒരൊറ്റ പോയിന്റ് കണ്ടെത്താമെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. ഈ കൃത്യമായ ഉത്തരമാണ് ഡോക്ടർ ഫസലുർ റഹ്മാൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും കേരളത്തിലൊക്കെ തന്നെ ഈ ചികിത്സ വളരെ ഇതിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് റിസൾട്ട് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ റിസൾട്ടിനെ കൃത്യതയിൽ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഫസലുർ റഹ്മാൻ. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. എന്ന് വെച്ചാൽ ടാൻഷി അക്യുപങ്ചർ സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ ആണെങ്കിലും രോഗി പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന ചില പോയിന്റുകൾ ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം അവിടെ ലഭിക്കുന്നില്ലെങ്കിൽ പൾസ് ഡയഗ്നോസിങ്ങിലൂടെയും ഷെൻ സൈക്കിൾ, കോസ് സൈക്കിൾ പോലെയുള്ള ഈ സൈക്കിൾ എനർജി ഫ്ലോ എങ്ങനെയാണ് കൃത്യമായി രോഗനിർണയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി ഉത്തരം കണ്ടുപിടിക്കുന്നതിലൊക്കെ തന്നെ ഫസലുർ റഹ്മാൻ്റെ കണ്ടെത്തൽ സംശയമില്ലാതെ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുക എന്ന ഒരു കൃത്യമായ ദിശയിലേക്ക് ഈ അക്യുപങ്ചറിനെ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഫസലുർ റഹ്മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. ഒരുപക്ഷേ ചൈനയിൽ അല്ലെങ്കിൽ ജപ്പാനിലൊക്കെയുള്ള പൾസ് ഡയഗ്നോസിങ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഗൂഗിൾ ചെയ്യാം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, സർ പൾസ് ഡയഗ്നോസിങ് ചൈനയിലുണ്ടല്ലോ ജപ്പാനിലുണ്ടല്ലോ? ഉണ്ട്. പക്ഷേ ആ പൾസ് ഡയഗ്നോസിങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും കൃത്യമായി ഒരു പോയിന്റ് എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല എന്ന് സത്യമാണ്. ഇവിടെയാണ്
ഡോക്ടർ ഫസലുർ റഹ്മാൻ വളരെ വ്യക്തമായി ഒരൊറ്റ പോയിന്റ് ചികിത്സിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുത്താമെന്ന് അദ്ദേഹം തെളിയിക്കുന്നത്, അദ്ദേഹം ലക്ഷക്കണക്കിന് രോഗികളെ ചികിത്സിച്ച് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടിനെ പരിശോധിക്കുമ്പോൾ കോവിഡ് കാലം ഒട്ടേറെ മലയാളികൾ തമിഴ്നാട് യാത്ര ചെയ്തവരാണ്. കോവിഡ് കാലത്ത് മലയാളികൾ തമിഴ്നാട് യാത്ര ചെയ്ത് അവിടെ പോയി പറയാറുണ്ട്, അവിടെയുള്ള ജനങ്ങൾ മാസ്ക് വെക്കാറില്ല, അവിടെ ഹോട്ടലിൽ പോയാൽ മാസ്ക് വെക്കാറില്ല, ചായക്കടക്കാരൻ മാസ്ക് വെക്കാറില്ല. ഇങ്ങനെ തമിഴ്നാട്ടിലെ മുക്കിലും മൂലയിലും ജനങ്ങൾ മാസ്ക് വെക്കാതെ സധൈര്യം അതിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചരിത്രം നിരീക്ഷിക്കുന്ന വ്യക്തിക്ക് ബോധ്യപ്പെടും അവിടെ ഡോക്ടർ ഫസലുർ റഹ്മാൻ എന്നൊരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ചവൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളും അക്യൂഷൻ എന്ന സ്ഥാനം അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ ഈ ഒരു അറിവാണ് അതിൻ്റെ അടിസ്ഥാനം, നിദാനം. അതുകൊണ്ട് ഡോക്ടർ ഫസലുർ റഹ്മാൻ അദ്ദേഹമാണോ സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചർ കണ്ടുപിടിച്ച? ഒരിക്കലും അല്ല. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ചെന്ന് പറയാൻ കാരണം, അദ്ദേഹം ഡോക്ടർ ഫെക്സിമാനെയോ അല്ലെങ്കിൽ ഡാൻഷി അക്യുപങ്ക്ചറിനെയോ അല്ലെങ്കിൽ മറ്റ് മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ അക്യുപഞ്ചർ ചരിത്രങ്ങളെയോ പരിശോധിക്കുകയോ പഠനവിധേയമാക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് ലഭിച്ച വൂ വെയ്പിങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് അക്യുപങ്ക്ചറിസ്റ്റിൻ്റെ ചൈനീസ് അക്യുപങ്ക്ചർ എന്ന പുസ്തകത്തിൽ കണ്ട ഒരു വാക്ക്, 1 point can cure more than 10,000 disorder എന്നൊരു വാക്ക്, ആ വാക്ക് വേദവാക്ക് പോലെ എടുത്ത് അതിൻ്റെ പിറകിൽ അന്വേഷണവുമായി അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട സത്യമാണ് പിന്നീട് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ഈ ഒരു പഠനമാണ് ഇന്ന് കേരളക്കരയിൽ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് കൃത്യമായ ദിശ നൽകാൻ അക്യൂഷനെ സഹായിച്ചത് എന്ന് ഓരോ അക്യൂഷനും മനസ്സിലാക്കുകയും ഈ ഒരു സ്ഥാനം, ചികിത്സക എന്ന സ്ഥാനം നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു അറിവാണെങ്കിൽ, ഈ അറിവിൻ്റെ പിന്നാമ്പുറങ്ങൾ നിങ്ങൾ ചരിത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ കാരണം, ഇന്ന് സമൂഹം സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചർ ചികിത്സയാണ് ഒരു പുതിയ ചികിത്സയാണെന്ന രൂപത്തിൽ സമീപിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു പുതിയ ചികിത്സയല്ല. ഇതാണ് കാലങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിലനിന്ന യഥാർത്ഥ അക്യുപങ്ക്ചർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും എന്നെ സംബന്ധിച്ച് അക്യുപങ്ക്ചർ അക്കാഡമിയുടെ ഈ കോൺവെക്കേഷൻ അഡ്രസ്സിങ്ങിൽ ഈ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രക്ഷിതാക്കളും സശ്രദ്ധം കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ചികിത്സ എന്നുള്ളത് മരുന്നില്ലാതെ ഏത് രോഗത്തെയും പരിപൂർണമായി സുഖപ്പെടുത്താൻ സഹായിക്കുന്നതാണ് എന്ന് എത്ര രക്ഷിതാക്കൾ സ്വന്തം കുടുംബത്തിൽ നിന്നും പഠിക്കാൻ പറഞ്ഞയച്ച അക്യുപഞ്ചറിസ്റ്റുകളെ നിരീക്ഷിച്ചിട്ടുണ്ട് എനിക്കറിയില്ല. ഏതായാലും ഇന്ന് മരുന്നില്ലാതെ രോഗം സുഖപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചർ ഏറ്റവും വലിയ മേന്മയാണ്. മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഓരോ അക്യുപങ്ക്ചർ പഠിച്ച പഠിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ജീവിച്ച് അതിന് സാക്ഷിയായി ജീവിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഇവിടെ ആയുർവേദം ഒരു മികച്ച ചികിത്സയായിരുന്നു, ഇവിടെ ഹോമിയോപ്പതി മികച്ച ചികിത്സയായിരുന്നു. പക്ഷേ ആ ചികിത്സയൊക്കെ തന്നെ കൃത്യമായി ഇല്ലായ്മ ചെയ്തു എന്നുള്ള സത്യമാണ്. ഒരു 500 വർഷം മുമ്പേ കേരളക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഏത് ചികിത്സയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എല്ലാ മലയാളിയും ഒരുപോലെ പറയും ആയുർവേദം. കാരണം അന്ന് ഈ ഒരു ചികിത്സയല്ലാതെ മറ്റൊരു ചികിത്സ നമുക്കില്ല. പക്ഷേ എങ്ങനെയാണ് ആയുർവേദം ഇന്ന് അപ്രത്യക്ഷമായത് അല്ലെങ്കിൽ നാമാവശേഷമായത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് തെറ്റായ ക്രിറ്റിസിസം. നമുക്കറിയാം ഇന്ന് നാം നേരിടുന്നത് അതുതന്നെയാണ്, ക്രിറ്റിസിസം. വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് സത്യസന്ധതയില്ലാത്ത പദപ്രയോഗങ്ങളുടെയും സത്യസന്ധതയില്ലാത്ത ആവിഷ്കാരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പല രീതിയിലും ഇന്ന് സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചറിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും സാക്ഷിയായിരിക്കും. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും ഒരു സത്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. രോഗം സുഖപ്പെടാൻ മരുന്ന് ആവശ്യമില്ല എന്ന സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തികളായിക്കൊണ്ടാണ് ഓരോ അക്യുപഞ്ചർ ചികിത്സകനും ഇന്നിവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിലവിലുള്ള മറ്റ് ചികിത്സാ താല്പര്യങ്ങളെയും ചികിത്സാ വ്യവസായങ്ങളെയും ചികിത്സാ ചൂഷണം കച്ചവടമാക്കി മാറ്റിയ നന്മ മരങ്ങളെയും ഒരുപക്ഷെ ഈ ചികിത്സ ചൊടിപ്പിച്ചേക്കാം. കാരണം അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സകൾ അത് പണം സമ്പാദിക്കാനുള്ള മാർഗമായി, കോടികൾ സമ്പാദിക്കാനുള്ള മാർഗമായി ഇന്ന്
നന്മ മരങ്ങൾ എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചികിത്സ ആവശ്യപ്പെടുന്ന ഡോക്ടർമാരുടെ കുറിപ്പടി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുമ്പ് കൈനീട്ടി ജനങ്ങളിൽ നിന്ന് പണം വാരിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സിംഗിൾ പോയിൻ്റ് അക്യുപങ്ക്ചർ അവർക്ക് നഷ്ടമുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് സ്വാഭാവികമായും അവർ അക്യുപഞ്ചർ ചികിത്സയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും എങ്ങനെയാണ് സമാവേശമായി നോക്കിയാൽ കൃത്യമായി കാണാൻ കഴിയും. തെറ്റായ ക്രിറ്റിസിസം, ആയുർവേദ ചികിത്സയെപ്പറ്റി കുറ്റം പറച്ചൽ, അത് നിരന്തരമായ പ്രവർത്തനമായി ജനഹൃദയങ്ങൾ സ്വാധീനിച്ചപ്പോഴാണ് അതിന് സ്ഥാനം കിട്ടിയതെങ്കിൽ ഇതേ ക്രിറ്റിസിസവുമായി എന്നെയും നിങ്ങളെയും ഇന്ന് പല രീതിയിൽ പല രൂപത്തിൽ പലപ്പോഴും നമ്മളെ വീടകങ്ങളിൽ നിന്ന് പോലും നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും തന്നെ വസ്തുത അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരും തന്നെ വസ്തുത അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വിദ്യാർത്ഥിനി അക്യുഷനിൽ പഠിച്ചു. അവളുടെ ഭർത്താവ് അവൾ ചെയ്യുന്ന അക്യുപഞ്ചർ ചികിത്സയെ കാര്യമായി ശ്രദ്ധിച്ചില്ല. സമൂഹം മുഴുവൻ നിങ്ങളുടെ ഭാര്യ അക്യുപഞ്ചറിസ്റ്റാണല്ലേ എന്ന് അയാളെ പരിഹസിക്കുമ്പോൾ ഇയാൾ ഭാര്യയെ പരിഹസിച്ചില്ല. ഇയാൾ വളരെ സസൂക്ഷ്മം എന്താണ് തൻ്റെ ഭാര്യ ചെയ്യുന്ന ചികിത്സ എന്ന് അന്വേഷിച്ചു. ആ അന്വേഷണത്തിലൂടെ വ്യക്തമായി അയാൾക്ക് ബോധ്യപ്പെട്ടു അക്യുപഞ്ചർ ചികിത്സ ജനനന്മയ്ക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്നതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം ഭാര്യയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ ആരെങ്കിലും ഈ ചികിത്സയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആ ക്രിറ്റിസിസത്തിന് ഇരയാകുന്ന നിങ്ങളെ ബന്ധുക്കൾ, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരി, സഹോദരന്മാർ ആരെങ്കിലും അക്യുപഞ്ചർ പഠിച്ചവരാണെങ്കിൽ അവരെ അക്യുപഞ്ചർ ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുന്ന ദുഷ്കരമായ കാഴ്ച കാണുമ്പോൾ ഓരോ തടഞ്ഞു വെക്കുന്ന വ്യക്തിയും സ്വന്തം ജീവിതം ദുഷ്കരത്തിലേക്ക് തള്ളിവിടുകയാണ്. സ്വന്തം കുടുംബം സാമ്പത്തികമായ ചൂഷണത്തിന് വെച്ചു കൊടുക്കുകയാണ്. സ്വന്തം കുടുംബത്തിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്നില്ല. തീർച്ചയായും ഓരോ ക്രിറ്റിസിസത്തിനെയും വളരെ വ്യക്തമായി നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. ആരാണോ ഇവിടെ പഠിച്ച വിദ്യാർത്ഥി, നിങ്ങളുടെ ബന്ധുവായിരിക്കാം, നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം, നിങ്ങളുടെ ഭർത്താവായിരിക്കാം, നിങ്ങളുടെ സഹോദരന്മാരായിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങൾ ആരെങ്കിലും ആയിരിക്കാം, ഈ പഠിച്ച ഓരോ ആളും അവർ ചെയ്യുന്ന ചികിത്സയെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിൽ അവർക്കെന്തെങ്കിലും അബദ്ധം പറ്റുന്നു എന്ന് മുൻവിധിയോടെ കാണുന്നതിന് പകരം കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ നിരീക്ഷണത്തിന് ശേഷം അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഓരോ രക്ഷിതാവിനുമുണ്ട് എന്ന് ഞാൻ ഇത്തരണത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ചികിത്സ കൃത്യമായ ലക്ഷ്യമുണ്ട്. ലക്ഷ്യബോധമില്ലാതെ ആരെങ്കിലും പറ്റിക്കാൻ, നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ, ആരെങ്കിലും തെറ്റായ ദിശയിലേക്ക് ഒരു കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമായും മരുന്ന് കഴിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശരിയായ ദിശ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചികിത്സകൻ ചെയ്യുന്നത്. മരുന്നില്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. മരുന്നില്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് ഒരു പകൽക്കിനാവല്ല. അങ്ങനെ ജീവിച്ച് വഴി കാണിച്ചൊരു സമൂഹം കടന്നു പോയിട്ടുണ്ട്. ആ കടന്നുപോയ സമൂഹം തന്നെ നമുക്ക് മാതൃകയാണ്. ഇതേപോലെ ഇന്ന് കേരളത്തിൽ ഒട്ടേറെ ആളുകൾ മരുന്നില്ലാതെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. വളരെ വിജയകരമായി കൊണ്ട് തന്നെ ഇങ്ങനെ വിജയകരമായി ഇത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഈ ചികിത്സക്കുള്ളത് കൊണ്ട് തന്നെ ഈ ചികിത്സ ആരെയും പറ്റിക്കാനുള്ളതല്ല, ആരെയും ചൂഷണം ചെയ്യാനുള്ളതല്ല. എന്നെ ചൂഷണം ചെയ്യാൻ വിചാരിച്ച് ചൂഷണം ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിലാണ് ഈ ചികിത്സ സംവിധാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ചികിത്സയുടെ ലക്ഷ്യം ഇത്രയാണ്: മരുന്നില്ലാതെ ജീവിക്കുന്ന സമൂഹത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ്. മരുന്നില്ലാത്തൊരു സമൂഹം നിർമ്മിക്കുക എന്നുള്ള ധാർമ്മിക ബാധ്യതയാണ് ഓരോ ചികിത്സകനുള്ളത്. വാസ്തവത്തിൽ ഏത് ചികിത്സയിലും ആ ചികിത്സ സ്വീകരിക്കുന്ന വ്യക്തിക്ക് നൽകുന്ന ചികിത്സകൻ നൽകേണ്ട പ്രധാനപ്പെട്ട സന്ദേശം, ഒരു ചികിത്സയുമില്ലാതെ ഒരു മരുന്നുമില്ലാതെ ആ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് പഠിപ്പിക്കലാണെങ്കിൽ, അതിനാവശ്യമായ ആഹാരക്രമം പഠിപ്പിക്കലാണെങ്കിൽ, അതിനാവശ്യമായ ജീവിത ചിട്ട പഠിപ്പിക്കലാണെങ്കിൽ, ഇതാണ് കൃത്യമായി ഓരോ അക്യുപഞ്ചറിസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇതിനെ സംരക്ഷിക്കാനുമാണ് സാമൂഹ്യ പ്രവർത്തകർ മുതിരേണ്ടതെങ്കിൽ ഇന്ന് സാമൂഹ്യ പ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ കൃത്യമായി നിരീക്ഷിക്കാൻ പോലും തയ്യാറല്ലാതെ കുറ്റപ്പെടുന്ന അങ്ങേയറ്റത്തെ പരിഹാസപരമായ കാഴ്ച കാണുമ്പോൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ ആളുകളും എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ഞാൻ മരുന്നില്ലാതെ ജീവിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നില്ലാതെ രോഗം സുഖപ്പെടുന്നു. ഇങ്ങനെ സുഖപ്പെടുന്ന ഒരു സംഭവം എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പഠിച്ച ഓരോ വ്യക്തിയിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ
ജീവിക്കുന്ന ഓരോ വ്യക്തിയിലും കൃത്യമായി ചികിത്സ ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഴുവൻ ജനങ്ങളും ഇത് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇങ്ങനെയൊരു മരുന്നില്ലാത്ത ഒരു കേരളം നിർമ്മിക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം സഫലമാകുമെന്ന കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ കൾച്ചർ അലോപ്പതിയായി പോയിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും മാസ്ക് വെക്കുന്നു, പാരഡോൾ കഴിക്കുന്നു, പാരസെറ്റമോൾ കഴിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ അഭിപ്രായം പറയുന്നു. ഇതെല്ലാം ഒരു അലോപ്പതി ബേസ്ഡായി പോയി. നമ്മുടെ കൾച്ചർ അങ്ങനെ മാറിപ്പോയി. ഈ കൾച്ചറിൽ നിന്നും, അലോപ്പതി എന്ന് പറയുന്ന ഈ കൾച്ചറിൽ നിന്നും പ്രകൃതിപരമായ എങ്ങനെയാണോ സൃഷ്ടാവ് ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ കൾച്ചറിന് ഒരു കാതലായ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ചികിത്സയുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക്, ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഏറ്റവും പ്രധാനമായ ഘടകം കൃത്യമായ അറിവ് നൽകുക എന്നുള്ളതാണ്. ആ അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതശൈലിയിലുണ്ടാകുന്ന അപകടങ്ങളും തെറ്റിദ്ധാരണകളും വഴികേടുകളും തന്നെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഈ ഒരു രൂപത്തിലേക്ക് ഒരു വ്യക്തി അക്യുപഞ്ചർ പഠിച്ചു, സാവധാനമായി ആ വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചു തുടങ്ങി. ആ വ്യക്തിയിൽ നിന്നും വളരെ സാവധാനമായി വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ അക്യുപഞ്ചർ ചികിത്സ തുടങ്ങി. വളരെ സാവധാനമായി കേരളക്കരയിൽ ഈ ഒരു ചികിത്സ ഒരു സാമൂഹികമായ വിപ്ലവം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഡോക്ടർ ഫസലുർ റഹ്മാൻ 2021 കാലം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇഹലോകവാസം വെടിഞ്ഞുപോയ സമയത്ത് ഞാൻ നടത്തിയ വിലയിരുത്തൽ, ലോകത്ത് നടത്തിയ ഓരോ കണ്ടുപിടുത്തങ്ങളും ആ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള കാലത്താണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ കഴിയും. നമുക്കറിയാം റൈറ്റ് ബ്രദേഴ്സാണ് ഈ വിമാനം കണ്ടുപിടിച്ചതെങ്കിൽ ഒരിക്കലും റൈറ്റ് ബ്രദേഴ്സിനേക്കാൾ ആ ഒരു ടെക്നോളജി, ആ ഒരു വിദ്യ ഇന്ന് ലോകത്തെമ്പാടും ഉപയോഗിക്കുന്നത് റൈറ്റ് ബ്രദേഴ്സോ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോ അല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങളുമാണ്. ഇതുപോലെ ഡോക്ടർ ഫസലുർ റഹ്മാൻ കാണിച്ച ഈ ശരിയായ വഴി, ചികിത്സയുടെ ശരിയായ രീതി, ഇത് കൃത്യമായി പിൻപറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ സമൂഹത്തിന് ഒരു നല്ല ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് സാക്ഷികളായിക്കൊണ്ട്, അതിന് മാതൃകാ വ്യക്തിത്വങ്ങളായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ചികിത്സകൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്തം. അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തം നടപ്പിൽ വരുത്താൻ ഒരു കേന്ദ്രം ആവശ്യമാണ്. അതാണ് ചികിത്സാ കേന്ദ്രം, അക്യുപഞ്ചർ ഹോം എന്നുള്ളത് ആളുകളെ സാമ്പത്തികമായി പറ്റിക്കാനുള്ള ഒരു സ്ഥലമല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ പറഞ്ഞ്, നിങ്ങളെങ്ങനെ ചികിത്സിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളത്തെ ചികിത്സക്ക് രോഗികൾ വരില്ല കേട്ടോ. അതെന്താണെന്നറിയോ, നിങ്ങൾ ചികിത്സിക്കുന്ന ആളുകളൊക്കെ തന്നെ പിന്നെ രോഗം വരാത്ത കോലത്തിൽ മാറ്റുക ചെയ്യുന്നത്. അങ്ങനെ രോഗം വരാത്ത കോലത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ കച്ചവടം അവസാനം പൊളിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു, നമ്മളെ ലക്ഷ്യം അതാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിനെ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കാൻ നമ്മുടെ ലക്ഷ്യമല്ല. ഈ ഒരു സത്യം, എല്ലാ രോഗത്തെയും സുഖപ്പെടുത്താൻ ചിട്ടയായ ജീവിതം മതിയായതാണെന്ന സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ വിജയിക്കുന്നതോടുകൂടി നമ്മുടെ പണി അവസാനിക്കുകയാണ്. അതാണ് നമ്മുടെ വിജയം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്നും ജനങ്ങളെ പറ്റി ജീവിക്കുക എന്ന് പറയുന്ന അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിനെ പിൻപറ്റലല്ല, മറിച്ച് ചികിത്സ സ്വീകരിക്കുന്ന ഒരാൾ പിന്നീട് ചികിത്സ പഠിച്ച ശേഷം പിന്നെ അയാൾ ചികിത്സ നമ്മളെ കാണാൻ വരാൻ പാടില്ല. അയാൾക്ക് രോഗമുണ്ടാകുമ്പോൾ അയാൾക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിയണം. ആ രൂപത്തിൽ അയാളെ പ്രബുദ്ധനാക്കുക, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അയാളെ കഴിവുള്ളവനാക്കുക. ആ കഴിവ് ഉള്ളവനായ ശേഷം ആ കഴിവ് ജനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഒരു മനോഹരമായ ചികിത്സാ കേന്ദ്രം ആവശ്യമുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ചികിത്സാ ക്ലിനിക്കുകളും അത് തീരെ മോടിയില്ലാത്ത, തീരെ ഭംഗിയില്ലാത്ത, കാണാൻ അത്ര മനോഹരമല്ലാത്ത, ഒരിക്കലും രോഗി വന്നു പോയി കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഉണ്ടാകുന്ന മണവും കാഴ്ചയും ഇതിൻ്റെ ഭംഗിയില്ലാത്തത് കൊണ്ട് ചികിത്സാ കേന്ദ്രത്തെ പിന്നെ മടങ്ങി വരാൻ മടി കാണിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. നമുക്കറിയാം, ഇന്ന് നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ നല്ല കാണാൻ ഭംഗിയുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ജനങ്ങൾ വലിയ താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ചികിത്സ എവിടെ നിന്ന് ചെയ്യാൻ കഴിയും, നമ്മൾ ചികിത്സ എങ്ങനെ ചെയ്യാൻ കഴിയും, സത്യമാണ്. പക്ഷേ നാം ആരംഭിക്കുന്ന ചികിത്സാ കേന്ദ്രം അതെങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭംഗി കൊണ്ട്, അതിൻ്റെ ആഡംബരം കൊണ്ട്, അതിൻ്റെ മനോഹാരിത കൊണ്ട് ജനങ്ങൾ
ഒരിക്കൽ വന്ന ആൾ അടുത്ത ആളെ കൂട്ടിക്കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്ന ഒരു ആഡംബരം അതിന് വേണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. അത് വിചാരിച്ച് ഒരുപാട് കോടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ല. പക്ഷേ നാം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്നത്തെ മോഡേൺ ലോകത്ത്, ഈ ലോകത്ത് നിങ്ങളുടെ വേഷവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രകടനങ്ങളും ഒക്കെ കാണുന്നത് നിങ്ങളുടെ ബാഹ്യമായ രൂപത്തിൽ തന്നെയാണ്. ആ ബാഹ്യമായ രൂപം അതിനും അതിൻ്റെതായ അലങ്കാരവും അടുക്കും ചിട്ടയും വേണമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ തരത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചികിത്സയുടെ പരസ്യങ്ങൾ നിങ്ങൾക്കറിയാം, നമുക്ക് ചികിത്സയ്ക്ക് പരസ്യം ഉണ്ടാവില്ല. നമ്മുടെ ചികിത്സ ബോസ് സാറ് പറയാറുണ്ട്, കോൺവെക്കേഷൻ കാൻഡിഡേറ്റ് കോൺവെക്കേഷന് ശേഷം അവർ ചികിത്സകരായി ആ ചികിത്സ സ്വീകരിച്ച ശേഷം ആ രോഗിയാണ് പറയേണ്ടത് ഇയാൾ ശരിയായ ചികിത്സകനാണെന്ന്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, ഇത് ചികിത്സിക്കാനുള്ള ഒരു അംഗീകാരപത്രമാണ്. പക്ഷേ ഈ അംഗീകാരപത്രം ഒരു ലീഗൽ ഡോക്യുമെൻ്റ് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും നല്ല ചികിത്സകരാണെന്ന് പറയേണ്ടത് ഈ ഡോക്യുമെൻ്റ് അല്ല, ഈ ക്വാളിഫിക്കേഷൻ പേപ്പറല്ല, മറിച്ച് നിങ്ങളുടെ ചികിത്സയിലൂടെ, ഓരോ ചികിത്സകൻ്റെ ചികിത്സയിലൂടെ രോഗം സുഖപ്പെടുന്ന രോഗികൾ പറയണം ഇയാൾ നല്ല ചികിത്സകനാണ്, നിങ്ങൾ അയാളെ കണ്ടോളൂ. ജനങ്ങൾ അയാൾ കുറ്റം പറയുന്ന വിഷയക്കണം, നിങ്ങൾ അയാളെ പോയി കണ്ടോളൂ, അയാളെ ചികിത്സയിൽ നിങ്ങൾ രോഗം മാറും എന്ന് ചികിത്സ സ്വീകരിച്ച ആൾ നിങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്തണം. ഇതാണ് യഥാർത്ഥ സർട്ടിഫിക്കറ്റ്, ഇതാണ് യഥാർത്ഥ പരസ്യം, ഇതാണ് യഥാർത്ഥ അക്യുപഞ്ചർ ചികിത്സകൻ്റെ ജീവിതം. സോ മനോഹരമായ പരസ്യമുണ്ടാക്കലല്ല, മനോഹരമായ പോസ്റ്റ് തയ്യാറാക്കലല്ല, പക്ഷേ നമ്മുടെ ചികിത്സ അതിൻ്റെ റിസൾട്ട് കൊണ്ട്, അതിൻ്റെ രോഗശമനം സ്വീകരിച്ച അത്ഭുതം കൊണ്ട്, സൂക്കേട് മാറിയ അത്ഭുതം കൊണ്ട് രോഗികൾ നിങ്ങൾ തേടി വരണം. ഇതാണ് നമ്മുടെ പരസ്യം. ഓരോ ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്യുപങ്ക്ചറിസ്റ്റും ഈ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് മാത്രമാണ്. ഈ ലീഗൽ ഡോക്യുമെൻ്റ് നിങ്ങൾ ചെയ്യുന്ന ചികിത്സ റിസൾട്ട് കൊണ്ടുവരില്ല. നിങ്ങൾ ചെയ്യുന്ന ചികിത്സ റിസൾട്ട് കൊണ്ടുവരുന്നത് ഓരോ വ്യക്തിയുടെയും ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അത് ജീവിതത്തിൽ ഉടനീളം സംരക്ഷിക്കുക, സൂക്ഷിക്കുക, അതിനെ പരിപാലിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഓരോ അക്യുപങ്ക്ചർ പഠിതാവിലും പഠിച്ചു കഴിഞ്ഞ ആളിലും ഉണ്ട്. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ കാലഘട്ടം ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, ഡോക്ടർ ഫസലുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ധീരത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികത കൊണ്ടും അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണർ അസോസിയേഷൻ എന്ന അസോസിയേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഈ അസോസിയേഷൻ വളരെ കൃത്യമായി ഓരോ അംഗങ്ങൾക്കും എല്ലാ ഘട്ടങ്ങളിലും സമയാസമയം ക്ലാസ്സുകൾ നൽകിക്കൊണ്ടും അപ്ഡേഷൻ പ്രോഗ്രാം വെച്ചുകൊണ്ടും ഓരോ ചികിത്സകനെയും കൂടുതൽ നല്ല ചികിത്സകനാക്കാൻ, കൂടുതൽ നല്ല കഴിവുള്ള ചികിത്സകനാക്കാൻ ഓരോ ചികിത്സകനെയും എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതായാലും ഓരോ വ്യക്തികളും കൃത്യമായി ഈ ചികിത്സയുടെ വളർച്ചയെയും ഈ ചികിത്സയിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ ധാർമ്മികതയെ തിരിച്ചറിയണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. എന്താണ് അക്യുഷനിൽ പഠിച്ച ഒരാൾക്ക് സംഭവിക്കുന്നത്? അക്യുഷനിൽ പഠിച്ച ഒരാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? ആ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, കൺസിസ്റ്റൻസി തന്നെയാണ്. അക്യുഷനിൽ പഠിച്ച ഓരോ ആളുകളെയും ഓരോ ക്ലാസ്സിലൂടെയും എങ്ങനെയാണോ സാധാരണ ഒരു കളിമണ്ണ്, ആ കളിമണ്ണിനെ അത് വെള്ളത്തിൽ കുഴച്ച് അതിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ അടിച്ചുടച്ച് അതിലുള്ള ഓരോ കല്ലിനെയും അടച്ചുടച്ച് അതൊരു പേസ്റ്റ് പോലെയാക്കി അതിനെ അച്ചിൽ വാർത്തെടുത്ത് അതിനെ അടിച്ചടിച്ചടിച്ച് ആ അച്ചിൻ്റെ പാകത്തിൽ കൃത്യമായി കൊണ്ടുവച്ച് ആ അച്ചിൽ നിന്നും കൃത്യമായ രൂപകൽപ്പന ചെയ്ത ശേഷം അച്ചിനെ മാറ്റി അത് തീച്ചൂളയിൽ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ തീച്ചൂളയിൽ വേവിച്ചെടുത്ത ഓരോ ഇഷ്ടിക കല്ലുകൾ പോലെയാണ്, ആ ഒരു കല്ല് വന്ന പരിവർത്തനം പോലെയാണ് ഓരോ അക്യൂഷൻ്റെയും മാറ്റം. ഈ പഠനം അവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ആ കല്ലുകൾ, ആ ഇഷ്ടിക കല്ലുകൾ, അതിന് വീണ്ടും ഒരിക്കലും പഴയ പോലെ കളിമണ്ണാവാൻ സാധിക്കുകയില്ല. വീണ്ടും ഒരിക്കലും കളിമണ്ണാവാൻ സാധിക്കാത്ത രൂപത്തിൽ അതിൽ പരിപൂർണമായ ആന്തരികമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്ന തിരിച്ചറിവുള്ള ഒരു വ്യക്തി, ഒരു അക്യുപഞ്ചർ പഠിതാവ്, തീർച്ചയായും അയാൾക്ക് കൃത്യമായ കൺസിസ്റ്റൻസി ഉണ്ടാവുക തന്നെ ചെയ്യും.
അയാൾക്കൊരു സംശയം ഉണ്ടാവില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം, ബോസാർ പറയും, ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് സൃഷ്ടാവ് കനിഞ്ഞരുളിയ അനുഗ്രഹമാണ് അക്യുപങ്ക്ചർ. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് സൃഷ്ടാവ് കനിഞ്ഞരുളിയ അനുഗ്രഹമാണ് അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും, ഓരോ അക്യുപങ്ക്ചർ പഠിച്ച പഠിതാക്കളും ആ പഠിതാക്കളുടെ കൂടെ ഇന്നിവിടെ വന്നിട്ടുള്ള ബന്ധുക്കളും ഈ കാരുണ്യത്തിൻ്റെ സുഖം നുകരണം. അങ്ങനെ സുഖം നുകർന്നുകൊണ്ട് സമാധാനമുള്ള ജനനവും സമാധാനമുള്ള ജീവിതവും സമാധാനമുള്ള മരണവും കൈവരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഈ അറിവിൻ്റെ പരിപൂർണാർത്ഥത്തിലുള്ള നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. ഓരോ അക്യുപങ്ക്ചർ ചികിത്സകരിലൂടെയും എന്ത് കിട്ടണം ചോദിച്ചാൽ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ സുഹൃത്തുക്കൾക്കോ അവരെ വേണ്ടപ്പെട്ടവർക്കോ ഇനി ഒരു ചികിത്സാ ചൂഷണത്തിൽ അകപ്പെടാതെ ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ അകപ്പെടാതെ ജീവിക്കാൻ പര്യാപ്തമായ ഒരു അറിവ് സൃഷ്ടാവ് ഇന്ന് നമ്മൾക്ക് കനിഞ്ഞരുളിയിട്ടുണ്ട്. ഈ കനിഞ്ഞരുളിയ ഈ ഒരു അറിവിനെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയി എപ്പോഴാണോ നമ്മുടെ ജീവിതം നമ്മളെ കൈവിട്ട് പിരിയുന്നതെന്നറിയില്ല, എപ്പോഴാണ് നമ്മുടെ അന്ത്യശ്വാസം എന്നറിയില്ല. പക്ഷേ ആ ലാസ്റ്റ് ബ്രീത്ത് വരെ ഞാൻ പഠിച്ച ഈ പഠനം എനിക്ക് ഗുണമുള്ളതായി മാറേണ്ടതുണ്ട്. അങ്ങനെ ഗുണമുള്ള രൂപത്തിൽ മാറാൻ ഓരോ ചികിത്സകനും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ചികിത്സകനും സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറേണ്ടതുണ്ട്. അതിന് സൃഷ്ടാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവനായിക്കൊണ്ട് ഈ ജീവിതം അവസാനിച്ച് പോകുമ്പോൾ മരണം എന്ന് പറയുന്ന ഒരു സത്യം അത് നമ്മളെ പിടികൂടുമ്പോൾ തീർച്ചയായും അതിനു മുമ്പ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ലക്ഷ്യം, ഒരു ചികിത്സകൻ എന്ന് പറയുന്ന ഈ ലക്ഷ്യം, ഈ ഉത്തരവാദിത്തം പൂർത്തിയാക്കിക്കൊണ്ട് നല്ലൊരു ചികിത്സകനായിക്കൊണ്ട് നല്ലൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിക്കൊണ്ട് നമുക്ക് ജീവിച്ച് നമ്മുടെ മരണം പുൽകുമ്പോൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന ഒരു ആത്മാവ്, ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതം സ്വീകരിക്കപ്പെടുന്ന ഒരു ആത്മാവായിക്കൊണ്ട് ഈ ജീവിതം അവസാനിപ്പിക്കാൻ, സംതൃപ്തിയോടെ അവസാനിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഓരോ ചികിത്സകനും ഈ ധാർമ്മിക ബാധ്യതയെ തിരിച്ചറിയണമെന്ന് പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.